വെൽക്കം ടു നോ യുവർ ഹോട്ട് വീൽസ് എപ്പിസോഡ് 6. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിസാൻ സ്കൈലൈൻ GTR R32നെ പറ്റിയിട്ടാണ്. ഒരു 2.6 ലിറ്റർ ട്വിൻ ടെർബോ ഇൻലൈൻ 6 എഞ്ചിനിൽ നിന്നും 280 ഹോഴ്സ് പവർ ആണ് ഈ വണ്ടി ഉണ്ടാക്കിയിരുന്നത്. എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ 400 മുതൽ 500 ഹോഴ്സ് പവർ വരെയും കാര്യമായ മാറ്റങ്ങളിലൂടെ 1000-ൽ കൂടുതൽ ഹോഴ്സ് പവറും ഈ വണ്ടിയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒരു ട്യൂണിംഗ് ലെജൻഡ് ആവുകയും ഗോഡ്സില്ല എന്ന പേര് കൈവരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ വണ്ടി. നല്ല കറുപ്പ് കളറിലുള്ള R32. 250 കാസ്റ്റിങ്ങുകളിൽ 4ാമത്തെ ആയിട്ടാണ് ഈ വണ്ടി വന്നേക്കുന്നത്. കൂടാതെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ സീരീസിൽ 10ൽ 2ാമത്തെ കാറാണ് ഇത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7ലെ ഈ സീനിൽ നമുക്ക് ഈ വണ്ടി കാണാം. ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്നൊരു ബോഡിയാണ് ഈ കാറിൻ്റേത്. ബ്ലാക്ക് ആൻഡ് ഗ്രേയിലുള്ള 5 സ്പോക്ക് അലോയ് ആണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ വലിയ ഡീറ്റെയിലിംഗ് ഇല്ല. ഹെഡ്ലൈറ്റും ഗ്രില്ലും ഒക്കെ നമുക്ക് കാണാം, പക്ഷെ അവ പെയിൻറ്റഡ് അല്ല. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വിൻഡോസ് ഇത്തിരി ടിൻറ്റഡ് ആണ്, പക്ഷേ ഡ്രൈവർ സീറ്റും കോ പാസഞ്ചർ സീറ്റും സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. റിയറിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. സ്കൈലൈനിലുള്ള ബാഡ്ജും GTR ബാഡ്ജും ടെയിൽ ലാമ്പ്സും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. വലിയ ഡീറ്റെയിലിംഗ് ഇല്ലാത്തൊരു പ്ലാസ്റ്റിക് ബേസാണ് ഈ വണ്ടിക്കുള്ളത്. ഇവിടെ 2018 എന്ന് എഴുതിയേക്കുന്നത് കാണാം. അതിനർത്ഥം ഈ കാസ്റ്റിംഗ് ആദ്യമായിട്ട് ഹോട്ട് വീൽസിലേക്ക് വന്നത് 2018 എന്നാണ്. ബാക്കി എല്ലാ മെയിൻ ലൈനും പോലെ 179 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. പല വർഷങ്ങളിലെ പുറത്തിറങ്ങിയ ഇതേ കാസ്റ്റിങ്ങിൻ്റെ ചില വേരിയേഷൻസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാറുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.